ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ തന്നെ രൂക്ഷമായി ബാധിക്കുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളാണ് അരങ്ങേറുന്നത്. അതിൽ ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് നിതീഷ് കുമാറിന്റെ NDA പ്രവേശനത്തിൽ തീരുമാനം ഇന്നുണ്ടായേക്കും. മുഖ്യമന്ത്രി പദം ഒഴിയാതെ NDAയുടെ ഭാഗമാകാനാണ് നിതീഷ് കുമാറിന്റെ ശ്രമം. നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നിലനിർത്താൻ സാധ്യമായ എല്ലാ വഴികളും കോൺഗ്രസ് ആലോചിക്കും. വിഷ്ണു പ്രസാദ് വിവരങ്ങൾ നൽകും. വിഷ്ണു, എന്തെല്ലാം ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ട്? തീർച്ചയായും. കാരണം ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിലുള്ള പിണക്കങ്ങൾ ഇപ്പോൾ ദൃശ്യമായി വരികയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിതീഷ് കുമാർ NDAയിലേക്ക് തിരികെ പോകാനുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്ന നിലയിൽ ഉയരുന്ന റിപ്പോർട്ടുകളാണ്. ഇതിനോടൊപ്പം തന്നെ ബീഹാറിലെ BJP കേന്ദ്ര നേതൃത്വം ഇന്നലെ രാത്രിയോടെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഡൽഹിയിലെത്തിയ നേതാക്കൾ അമിത്ഷായുമായും JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. ബീഹാറിലെ BJP നേതൃത്വം ആവശ്യപ്പെടുന്നത് നിതീഷ് കുമാറിനെ NDAയിൽ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി പദവി രാജിവെക്കണമെന്നാണ്. പകരം NDA കൺവീനർ സ്ഥാനം നൽകാമെന്നാണ്. നിതീഷ് കുമാറിനെ മുന്നണിയിൽ എടുക്കരുത് എന്ന് BJPക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായമുണ്ട്. എന്തായാലും സുശീൽ കുമാർ മോദി ഒരുപക്ഷെ ഈ വിഷയത്തിൽ BJPയുടെ മീഡിയേറ്ററായി പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ ബംഗാളിലും സമാനമായ ഒരു സാഹചര്യമാണുള്ളതും. മമതാ ബാനർജിയും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യാതൊരു കാരണവശാലും കോൺഗ്രസുമായി സഹകരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്രയെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ല എന്നും യാത്രയിൽ പങ്കെടുക്കില്ല എന്നുമാണ് മമതയുടെ ഒരു നിലപാട്. നേരത്തെ ഈ ബീഹാറിലെ ഈ ഒരു നിതീഷ് കുമാറിന്റെ പിന്മാറ്റം ബീഹാർ സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. കാരണം RJD ഇന്നലെ നിർണായക യോഗം ചേർന്നിരുന്നു. ലല്ലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നും നാളെയും ഭാരത് ജോഡോ ന്യായ് യാത്ര അവധിയാണ്. അതായത് യാത്ര ഇന്നും നാളെയും നടക്കുകയില്ല. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് നിതീഷ് കുമാറിനെയും മമതയെയും അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കും. ഒരുപക്ഷെ ഇന്ന് ഇതിൽ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില സുപ്രധാനമായ വികാസങ്ങൾ ഈ പ്രക്രിയയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നലെ ഫോണിൽ നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി മമതയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഒരുപക്ഷെ നേതാക്കൾ തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വരെ ഇന്നും നാളെയുമായി കളമൊരുങ്ങിയേക്കാം. വിഷ്ണു, ഈ ഭരണസഖ്യത്തിൽ വിള്ളലില്ല എന്ന് തന്നെയാണോ ഇപ്പോഴും ഈ RJD JDU നേതാക്കൾ ആവർത്തിക്കുന്നത്? എന്താണ് അവരുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ? നിലവിൽ RJD ക്യാമ്പിൽ വലിയ ആശങ്കയുണ്ട്. RJD ക്യാമ്പിലും JDU ക്യാമ്പിലും വലിയ ആശങ്കയുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയും ഇന്നലെ ഇത്തരത്തിലൊരു അഭ്യൂഹങ്ങളെല്ലാം പരന്ന ഒരു സാഹചര്യത്തിൽ തന്നെ RJDയുടെ നേതാവായിട്ടുള്ള ലല്ലു പ്രസാദ് യാദവ് നിതീഷ് കുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഈ അനുനയ നീക്കങ്ങൾ അത് ലക്ഷ്യം കണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ സമയത്ത് അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയാണ് RJD ചെയ്തത്. മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവിയുടെ വസതിയിൽ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ തേജസ്വി യാദവ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ലല്ലു പ്രസാദ് യാദവും പങ്കെടുത്തിരുന്നു. സമാനമായ ഒരു സാഹചര്യം JDUവിലുമുണ്ട്. മുഴുവൻ MLA മാരോടും പട്നയിലേക്ക് എത്താൻ നിതീഷ് കുമാർ ആവശ്യപ്പെട്ടു. മുതിർന്ന JDU നേതാക്കളായ ലല്ലൻ സിംഗ് ഉൾപ്പെടെയുള്ളവരുമായി നിതീഷ് കുമാർ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDAയിലേക്ക് നിതീഷ് കുമാർ പോവുകയാണ് എങ്കിൽ അതിന്റെ മീഡിയേറ്ററായി സുശീൽ കുമാർ മോദി വർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ബീഹാറിലെ BJP നേതൃത്വത്തിനാണ് നിതീഷ് കുമാറിനെ NDAയിൽ എടുക്കുന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത്. പക്ഷെ ആ നിലപാടുകൾ മയപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ കൂടി അനുനയിപ്പിച്ച് നിതീഷ് കുമാറിനെ NDAയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ആരംഭിക്കുക എന്നാണ് കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് തന്നെ കാരണക്കാരിൽ ഒരാളായ നിതീഷ് കുമാർ മുന്നണി വിടാനുള്ള ആലോചനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.